ഹായ് ഫ്രണ്ട്സ്, ഹൈടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മെയിൻ്റനൻസ് വർക്കിന് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലെ മെയിൻ സ്വിച്ചിന്റെ അവസ്ഥ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കിന് പോയ സ്ഥലത്ത് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ മെയിൻ സ്വിച്ച് മാറ്റി പുതിയ ഇപ്പോൾ വിപണിയിലുള്ള 2 പോൾ MCBയോ അല്ലെങ്കിൽ 2 പോൾ ഐസൊലേറ്ററോ വെച്ച് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടുകളിലെ കറണ്ട് ബില്ല് കൂടുവാനും അതുപോലെ തന്നെ വലിയൊരു എർത്ത് ലീക്കേജ് വന്ന് ഷോക്കേറ്റ് മരണപ്പെടുവാനുള്ളൊരു സാഹചര്യം നമുക്ക് ഈ ഒരു മെയിൻ സ്വിച്ചിലൂടെ കൊണ്ടുപോകാൻ സാധ്യത ഏറെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിലെല്ലാം AC വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫാന് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോഡുകളെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ സ്വിച്ചിന് അത് താങ്ങാനാവാതെ വരുന്ന സമയത്താണ് ഇതുപോലെ മെയിൻ സ്വിച്ച് കത്തിയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നത്. കത്തുക മാത്രമല്ല, അത് നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ എർത്ത് ബാർ ലീക്കേജ് വന്ന് അത് കത്തി അതിലൂടെ എർത്ത് വഴി നമ്മുടെ ഭൂമിയിലേക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം കളിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ആ എർത്ത് പൈപ്പ് വഴി നമുക്ക് കുട്ടികൾക്ക് ഷോക്ക് ഏൽക്കാനും അതുപോലെ മരണം വരെ സംഭവിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെ ഈ മെയിൻ സ്വിച്ചിന്റെ അവസ്ഥ ഒന്ന് ജസ്റ്റ് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്വിച്ച് അവിടെ ഉണ്ടായിരുന്നത്. ആ മെയിൻ സ്വിച്ച് അഴിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണിത്. അപ്പോൾ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വയർ ഫുള്ളായിട്ട് കത്തി കയറിയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ന്യൂട്രൽ വയർ ചെറിയ തോതിലാണ് കത്തിയിട്ടുള്ളത്. ഫേസ് വയർ ഫുള്ളായിട്ട് കത്തി അതിൻ്റെ കണക്ഷൻസ് വിട്ട് പോന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ സ്വിച്ചിൻ്റെ ലിവറിൽ ഈ ഒരു ലെഗ് കരിഞ്ഞു പോയിട്ട് ഇവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ചൂടായിട്ടാണ് ഈ ഒരു കത്തൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ബാറ് കത്തി ഈ ബാറ് വഴി എർത്തായി പോയിരിക്കുകയാണ്. കാരണം ആ ബാറും ആ മെയിൻ സ്വിച്ചിൻ്റെ ലെഗും തമ്മിൽ സ്ലീവ് കത്തിപ്പോയിട്ടാണ് എർത്ത് ലീക്കേജ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു അപകടമാണ് നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഒഴിവായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെയിൻ സ്വിച്ചിന് പകരം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 പോൾ MCBയോ അല്ലെങ്കിൽ 2 പോൾ ഐസൊലേറ്ററോ നമുക്ക് സ്ഥാപിച്ച് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വീടുകളിൽ വയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ KCB നിർബന്ധമായിട്ടും 2 പോൾ MCB ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ അവർ പറയുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കണക്ഷൻ KCB നിന്ന് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ കാണുന്നത് 2 പോൾ ഐസൊലേറ്ററാണ്, 40 ആംപിയറിൻ്റെയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഷോർട്ടേജ് വന്നാൽ ട്രിപ്പ് ആവില്ല. അത് സാധാ ഒരു DP സ്വിച്ച് വർക്ക് ചെയ്യുന്ന ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം, മാനുവലി ഓഫ് ചെയ്യേണ്ടി വരും. ഇനി ഇതാണ് 2 പോൾ MCB. ഇത് 40 ആംപിയർ, 30 ആംപിയർ, 25 ആംപിയർ എന്നിങ്ങനെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ആംപിയറിൻ്റെ മുകളിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബ്രേക്കർ ട്രിപ്പ് ആവുന്നതാണ്. അതുപോലെ തന്നെ വല്ല ഷോർട്ടേജ് വന്നാലും ഈ 2 പോൾ MCB ട്രിപ്പ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു MCB കുറച്ച് കോസ്റ്റ്ലി കാരണം അധികം ആരും ഇത് വെക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ KCB നിർബന്ധമാക്കിയതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നിലവിൽ എല്ലാ പുതിയ വീടുകളിലും വെച്ച് വരുന്നുണ്ട്.